പരിശുദ്ധ റമളാനിന്റെ പകലിനേക്കാൾ ബഹുമാനം രാത്രിക്കാണ്. അതാണ് ഇബ്നു നബാത്തത്തുൽ മിസ്രി തങ്ങൾ പറഞ്ഞതായി ഞാൻ ഇന്നലെ നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ പള്ളികളിൽ ഓതി വരാറുള്ള നബാത്തിയ ഖുതുബയിൽ ഇബ്നു നബാത്തത്തുൽ മിസ്രി തങ്ങൾ പറഞ്ഞു, ലയാലിഹി അൻവറു മിനൽ അയ്യാം, പകലുകളേക്കാൾ കൂടുതൽ പ്രകാശപൂരിതമാണ് റമളാനിന്റെ രാത്രികൾ. റമളാനിന്റെ രാത്രികൾക്കാണ് കൂടുതൽ ബഹുമാനം. കാരണം വളരെ വ്യക്തമാണ്. പരിശുദ്ധ റമളാനിന്റെ രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത്. ആ രാത്രിയുടെ പകലായതുകൊണ്ടാണ് പകലിന് ബഹുമാനമുണ്ടായത്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഖുർആൻ ഇറങ്ങി. അതിനാൽ ലൈലത്തുൽ ഖദറിന്റെ പകല് 27ാമത്തെ ദിവസം പകല് ലൈലത്തുൽ ഖദറിന്റെ അതേ ബഹുമാനം ആ രാത്രിയോട് ചേർന്ന് നിൽക്കുന്ന പകലിനും അല്ലാഹു തആല കൊടുത്തു. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. പലരും ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്ക് വലിയ ബഹുമാനം കൽപ്പിക്കും, പകല് തീരെ ചിലപ്പോൾ ജമാഅത്തിന് പോലും പങ്കെടുക്കൂല. അങ്ങനെയായി പോകരുത്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്കുള്ള ബഹുമാനം അതിന്റെ പകലിനും പകർന്നു കിട്ടുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ലൈലത്തുൽ ഖദറാണ് എന്നത് മനസ്സിലാക്കാനുള്ള ഒരു ലക്ഷണം ലൈലത്തുൽ ഖദറിന്റെ രാത്രി കഴിഞ്ഞ സുബ്ഹി, ആ സുബ്ഹിന്റെ ശേഷം സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യന് കൂടുതൽ ശക്തിയായ വെളിച്ചവും ശക്തിയായ രശ്മിയും ഉണ്ടാവുകയില്ല. ധാരാളം മലക്കുകൾ രാത്രിയിൽ ഇറങ്ങി അവർ കയറിപ്പോകുന്ന സമയമാണ്. സ്വാഭാവികമായും കാർമേഘമുണ്ടായാൽ തന്നെ സൂര്യന്റെ വെളിച്ചം മങ്ങാറുണ്ടല്ലോ. ധാരാളം മലക്കുകൾ കയറിപ്പോകുന്ന ആ രാവിലെ അല്പം മങ്ങൽ അനുഭവപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ ചിലർ ചോദിച്ചു, അപ്പൊ പിന്നെ അറിഞ്ഞിട്ടെന്താ കാര്യം? ലൈലത്തുൽ ഖദർ കഴിഞ്ഞു പോയില്ലേ, പിറ്റേന്ന് രാവിലെ ലക്ഷണം കൊണ്ട് അറിഞ്ഞിട്ടെന്താ കാര്യം? അതിന് പണ്ഡിതന്മാർ പല മറുപടികളും പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു മറുപടിയാണ്, ആ പകല് നന്നായി പരിഗണിക്കാമല്ലോ, ആ പകലിനും രാത്രിയുടെ ബഹുമാനമുണ്ടല്ലോ. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്ക് വലിയ ബഹുമാനം ആ രാത്രിയോട് അനുബന്ധിച്ച് വരുന്നതിനാൽ ലൈലത്തുൽ ഖദറിന്റെ പകലിനും വലിയ ബഹുമാനം എന്ന് മാത്രം അല്ല. നമുക്കറിയാം ലൈലത്തുൽ ഖദർ 24 മണിക്കൂർ ഉണ്ടാവുമല്ലോ. കാരണം രാത്രി 24 മണിക്കൂറല്ലേ, 24 മണിക്കൂറല്ലേ ഭൂമിയിൽ രാത്രി സാധാരണ നിലക്ക് സാധാരണ നാടുകളിൽ ഉണ്ടാവുക. നമ്മളെ നാട്ടിൽ 14 മണിക്കൂറാണെങ്കിൽ വേറൊരു സ്ഥലത്ത് നമ്മൾ പകലാകുന്ന സമയത്ത് അവർക്ക് രാത്രിയായിരിക്കും. അപ്പൊ ലൈലത്തുൽ ഖദർ ഭൂമിയിൽ തന്നെ ഉണ്ട്, എവിടെയും പോയില്ല. കാരണം രാത്രി ഭൂമിയിൽ തന്നെ ഉണ്ട്. അപ്പൊ രാത്രിയും പകലും ഒരു സ്ഥലത്ത് രാത്രിയാകുമ്പോൾ അതിന്റെ ശേഷം വേറെ ചില സ്ഥലത്ത് രാത്രിയാണ്. അപ്പൊ രാത്രി ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇവിടെ രാത്രി കഴിഞ്ഞ് സുബഹിയാവുമ്പോ UAE-യിലും സൗദിയിലും ഖത്തറിലൊന്നും സുബഹിയാവില്ല. അപ്പോ അവിടെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി നിലനിൽക്കുകയാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് പിന്നെയും പോയാൽ അതിലെയും ശേഷം രാത്രിയാകുന്ന പ്രദേശങ്ങളുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ 24 മണിക്കൂർ ഇവിടെ രാത്രി ഭൂമിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ 24 മണിക്കൂറും ലൈലത്തുൽ ഖദർ ഭൂമിയിൽ ഉണ്ട്. നമുക്ക് പകലായിട്ടുണ്ടെങ്കിലും മറ്റു ചിലർക്ക് അത് രാത്രിയാണ്. അതും നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാ. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ പകലിന് ലൈലത്തുൽ ഖദറിന്റെ അതേപോലെയുള്ള മഹത്വം കൽപ്പിക്കപ്പെടേണ്ടതുണ്ട്. വലിയ മഹത്വമുണ്ട്. കാരണം ആ രാത്രിയോട് ചേർന്ന് വന്ന പകൽ എന്നതാണ്. എന്നാൽ ഈ ഒരു രാത്രി ലൈലത്തുൽ ഖദറിന്റെ ഈ രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയോടനുബന്ധിച്ച പകലിന് ബഹുമാനം ലഭിച്ചു. അത് ഒരു ദിവസം. അതാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
അതൊരു വല്ലാത്ത ചോദ്യമാണ്. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് മനസ്സിൽ വലിയ മതിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. അതിനുശേഷം അല്ലാഹു തആല പറയാണ്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ശാഫി ഇമാം റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരും റമളാൻ നോമ്പിനെ സംബന്ധിച്ച് അതിന്റെ മസലകളും നിയമങ്ങളും കർമ്മശാസ്ത്ര നിയമങ്ങളും പറയുമ്പോൾ ചെറിയ രൂപത്തിൽ ലൈലത്തുൽ ഖദ്റിന്റെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് ശർഹുൽ മുഹ്ദബിൽ പറയുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു വളരെ ഷോർട്ടായ ഒരു തഫ്സീർ ഇമാം നവവി റളിയല്ലാഹു എടുത്ത് ഉദ്ധരിച്ചു. ഖാദി അബൂ തയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ, അതിൽ നമുക്ക് കാണാം, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിൽ ഖുർആനിനെ അല്ലാഹു ഇറക്കി മിനൽ ലൗഹിൽ മഹ്ഫൂദ് ഇല സമാഇദ് ദുനിയാ. ലൗഹുൽ മഹ്ഫൂദിൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കി, ജുംലത്തൻ വാഹിദ, ഒന്നിച്ച് ഇറക്കി. അതാണ് ബഹുഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞ വ്യാഖ്യാനം. ثم أنزله من السماء الدنيا على النبي صلى الله عليه وسلم نجوما آية وآيتين والآيات والسورة على ما علم الله تعالى من المصالح والحكمة في ذلك. പിന്നീട് അല്ലാഹു തആല ഓരോ സന്ദർഭങ്ങളിലുമുള്ള മസ്ലഹത്തനുസരിച്ച് ഒരായത്ത്, ചിലപ്പോൾ രണ്ടായത്ത്, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആയത്ത്, ചിലപ്പോൾ ഒരു സൂറത്ത്, അങ്ങനെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇറക്കി കൊടുത്തു. അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. അതിനെ സംബന്ധിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു തഫ്സീർ ഉദ്ധരിക്കുകയാണ്. മഅനാഹുൽ ഇബാദത്തു ഫീഹാ അഫ്ളലു മിനൽ ഇബാദത്തി ഫീ അൽഫി ശഹറിൻ ലൈസ ഫീഹാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്ത, ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളാത്ത 1000 മാസങ്ങളിൽ ഇബാദത്ത് ചെയ്തതിനേക്കാൾ വലിയ ബഹുമാനവും ശ്രേഷ്ഠതയും ആ ഒരു രാത്രിയിൽ ഇബാദത്ത് ചെയ്താൽ ലഭിക്കും എന്നാണ് അതിന്റെ ഉദ്ദേശം. എന്നിട്ട് പറയാണ്, ഖാലൽ ഖാദി അബൂ തയ്യിബ് ഖാല ഇബ്നു അബ്ബാസ്. അബൂ തയ്യിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരന്റെ മകനും ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവുമായ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിബ്റുൽ ഉമ്മ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കാൻ, അൽ ഇബാദത്തു ഫീഹാ ഖൈറും മിനൽ ഇബാദത്തി ഫീ അൽഫി ശഹറിൻ ബിസിയാമി നഹാരിഹാ വഖിയാമി ലൈലിഹാ ലൈസ ഫീഹാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്ത 1000 മാസങ്ങൾ, 1000 മാസവും ഇബാദത്തായി നോമ്പെടുക്കുന്നു പകലിൽ, 1000 മാസവും രാത്രിയിൽ നിസ്കരിക്കുന്നു. അങ്ങനെ പകലുകൾ നോമ്പ് കൊണ്ടും രാത്രികൾ നിസ്കാരം കൊണ്ടും സജീവമാക്കിയ 1000 മാസങ്ങൾ, 1000 മാസങ്ങൾ ഇബാദത്തെടുത്തതിനേക്കാൾ വലിയ പ്രതിഫലം അൽ ഇബാദത്തു, അന്നത്തെ ദിവസത്തിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ, ആ ഒരു രാത്രിയിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ ലഭിക്കുകയാണ്. 1000 മാസം നോമ്പെടുത്തു, 1000 മാസം നിസ്കരിച്ചു, അതെല്ലാം നിർവഹിച്ച പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു തആല ഈ ഉമ്മത്തിന് കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ മഹത്വം എത്രയാണ് എന്ന് എങ്ങനെ വിശദീകരിച്ച് തീർക്കാം? അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി കഴിയുമെങ്കിൽ 1 മിനിറ്റും ഉറങ്ങാതെ തീർത്തും ഇബാദത്തിൽ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇബാദത്ത് എന്ന് പറയുമ്പോ വലിയ ഇബാദത്താണ് നിസ്കാരം. നമുക്ക് തറാവീഹ് നിസ്കാരം സാധാരണ നടന്നാലും രാത്രി എത്രയും സുന്നത്ത് നിസ്കരിക്കാം, 2 റക്അത്ത് എത്രയും നീട്ടി നിസ്കരിക്കാം.
സുന്നത്ത് നിസ്കാരമാണല്ലോ നീട്ടി നിസ്കരിക്കേണ്ടത്, ഫർള് നിസ്കാരമാണ് ചുരുക്കി നിസ്കരിക്കേണ്ടത്. കാരണം ഫർള് നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഇമാമായിട്ട് നിൽക്കുമ്പോൾ ബേക്കിലുള്ള ആളുകളിൽ ചില തിരക്കുള്ളവർ, കാലിൽ മുട്ടുവേദന ഉള്ളവർ, വിഷമുള്ളവർ, അവരൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇമാമിന് നിസ്കരിക്കാൻ പറ്റൂ. ഇമാമിന്റെ കൂടെയാണ് പുരുഷന്മാർ ഏതായിരുന്നാലും ജമാഅത്തായി പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിക്കേണ്ടത്, ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ഫർള് നിസ്കാരം കൂടുതൽ നീട്ടാനുള്ള വകുപ്പുണ്ടാവില്ല. അതേസമയത്ത് സുന്നത്ത് നിസ്കാരം എത്രയും നീട്ടുന്നതിന് ഒരാളെയും തടസ്സം ഇല്ലല്ലോ. ജമാഅത്തായി തറാവീഹ് നിസ്കരിക്കുമ്പോൾ മഹാന്മാരായ സഹാബത്ത് വടി ഊന്നിപ്പിടിച്ചു നിന്നുകൊണ്ടൊക്കെ നിസ്കരിച്ചതായി ഹദീസുകളിൽ കാണാം. അങ്ങനെ നമ്മുടെ നിസ്കരിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രായമുള്ളവർക്കും കാലിന് മുട്ടുവേദന ഉള്ളവർക്കും കഴിയാത്തവർക്കൊക്കെ നിസ്കാരം മടുത്തുപോകും, അല്ലെങ്കിൽ നിസ്കരിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഒരൊറ്റ സ്പീഡിലാണ് തറാവീഹ് നിസ്കാരം നിർവഹിക്കേണ്ടത്. വളരെ കൂടുതൽ നീട്ടി നിസ്കരിക്കുമ്പോൾ പിന്നെ തീരെ നിസ്കാരം ഇല്ലാതെയായിപ്പോകും, പലർക്കും നിസ്കാരം കിട്ടാതെയായിപ്പോകും. അതുകൊണ്ടാണ് ഒരൊറ്റ സ്പീഡിൽ നിസ്കരിക്കുന്നത്. അത് പിന്നെ ഒരു ജുസ് ഖുർആൻ ഓതി അങ്ങനെ 30 ദിവസം കൊണ്ട് ഖുർആൻ ഖത്മ് തീർക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. അത് സാധിക്കുന്നില്ലെങ്കിൽ അവരവരുടെ കഴിവും തോതുമനുസരിച്ച് ആകാം. എന്നാൽ നമ്മുടെ സ്വന്തം നടത്തുന്ന സുന്നത്ത് നിസ്കാരം അതിൽ നമുക്ക് എത്രയും നീട്ടാമല്ലോ. നീണ്ട സൂറത്തുകൾ, റുകൂഇലും സുജൂദിലുമൊക്കെ നൂറുകണക്കിന് തസ്ബീഹുകൾ ചൊല്ലാമല്ലോ. അപ്പൊ എത്രയും നീട്ടി നിസ്കരിക്കാം. നീട്ടി നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചുരുക്കി നിസ്കാരം എണ്ണം കൂട്ടാം. അപ്പൊ എത്രയും നമുക്ക് നിസ്കരിക്കാം. നിസ്കാരം കൊണ്ട് സജീവമാക്കണം രാത്രി, ലൈലത്തുൽ ഖദറിന്റെ രാത്രി. അതേപോലെ ഖുർആനോത്ത് കൊണ്ട് സജീവമാക്കണം. കഴിയുമെങ്കിൽ ഇഅ്തികാഫ് ഇരുന്നുകൊണ്ട് സജീവമാക്കണം. സദഖ വർദ്ധിപ്പിച്ചുകൊണ്ട് സജീവമാക്കണം. ദിക്റും സലാത്തും ഒക്കെ ചൊല്ലിക്കൊണ്ട് സജീവമാക്കണം. ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടും ഇൽമ് പറഞ്ഞുകൊണ്ടും സജീവമാക്കണം. നമുക്കൊരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു രാത്രിയായതുകൊണ്ട് നമ്മളെ ബാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ ഖബറിന്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്ത് അവർക്ക് വേണ്ടി യാസീനോദിയൊക്കെ ദുആ ചെയ്യുന്നവരുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ സജീവമാക്കാം. ഏതായിരുന്നാലും അന്നത്തെ രാത്രി അങ്ങാടിയിൽ നിന്ന് തെരഞ്ഞ് സമയം പോക്കരുത്. ഞാൻ ഓർമ്മിക്കുകയാണ്, എൻ്റെ കുട്ടിക്കാലത്ത് ഓർക്കുന്ന കുട്ടീനെ വിളിച്ച എൻ്റെ കുട്ടിക്കാലത്ത് റമദാൻ 27 കാര്യമായ അമല് നാദാപുരം പോവുക എന്നുള്ളതാണ്. നാദാപുരത്ത് പോയാൽ ലൈലത്തുൽ ഖദറിന്റെ എല്ലാ ബഹുമാനവും കിട്ടിയത്. നാദാപുരത്ത് പോകുന്നത് അവിടെയുള്ള മഹാന്മാരെ സിയാറത്ത് ചെയ്യാനോ ബാപ്പ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യാനോ ആണെങ്കിൽ അതൊരു പുണ്യകർമ്മം തന്നെയാണ്. അത് പാറക്കടവായാലും അങ്ങനെ തന്നെയാണ്, എവിടെയായാലും അങ്ങനെ തന്നെയാണ്. അതേ സമയത്ത് ആ ഒരു സിയാറത്തും കഴിഞ്ഞ് അതുപോലെ അവിടെ മറ്റെന്തെങ്കിലും ഇബാദത്തുകളോ സദഖകളോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ദുആ ചെയ്ത് നമ്മൾ പള്ളിയിൽ കയറി ഇഅ്തികാഫിരുന്ന് ഖുർആനോദി ദിക്റ് ചൊല്ലി അങ്ങനെ സമയം ചെലവഴിക്കുന്നതിന് പകരം ഒരു സിയാറത്തിന്റെ പേരും പറഞ്ഞ് ടൗണിലേക്ക് പോയിട്ട് ടൗണിൽ നിന്ന് തെരഞ്ഞ് സമയം പോക്കുകയാണ് കുറേ ആളുകൾ. വല്ലാത്ത നഷ്ടം പറ്റിയവര് തന്നെ, വലിയ നഷ്ടം പറ്റിയവര് തന്നെ. രാത്രി പൂർണ്ണമായും ഇബാദത്തിൽ മുഴുകേണ്ട ഒരു രാത്രി, ആ രാത്രി സമയം മുഴുവനും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. പടച്ചവന് ഒരു നാട്ടിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്, ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടിയാണ്. അല്ലാഹുവിന് വെറുപ്പുള്ള സ്ഥലമാണ് അങ്ങാടി. ആ വെറുപ്പുള്ള സ്ഥലത്ത് പോയിട്ട്, കാരണം അവിടെ പലപ്പോഴും അന്യപെണ്ണിന്റെ മുഖത്ത് കണ്ണുപെട്ടു പോകും. പലപ്പോഴും പലരും പലതും ചെയ്യുന്നത് കാണും, പലരും പലതും പറയുന്നത് കാണും. അനാവശ്യമായ പലതും അങ്ങാടിയിൽ നടക്കും. ഏതങ്ങാടിയും അങ്ങനെ തന്നെയാണ്. ഒരങ്ങാടിക്ക് മാത്രം ബാധകമല്ലിത്. എന്നാൽ
പള്ളി ഇബാദത്തിന് വേണ്ടിയുള്ള സ്ഥലമാണ്. ആ പള്ളിയിൽ ചെലവഴിക്കേണ്ട സമയം നമ്മൾ ടൗണിൽ പോയി കറങ്ങി, സുബ്ഹാനല്ലാഹ്, ഇപ്പോഴെനിക്കറിയില്ല, എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടൊരു കാഴ്ച ഞാൻ പറയാണ്. കുറച്ച് കോഴിയടയും ചായയും കുടിച്ച് ഇങ്ങനെ കറങ്ങി നേരം പോക്കുന്ന കുറെ ആളുകൾ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലിയ നഷ്ടം പറ്റിയവർ തന്നെ. വിജയം കൈവരിച്ചവരാരാണ്? വിജയം കൈവരിച്ചവരാ രാത്രിയിൽ അല്ലാഹുവിന് ധാരാളം ഇബാദത്ത് ചെയ്തവരാണ്. അൽഹംദുലില്ലാഹ്, സിറാജുൽ ഹുദയിൽ പ്രിയപ്പെട്ട മുത്തലിബ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇത്തികാഫിരുന്ന് വരെ ദിക്റും സലാത്തും അതുപോലെ മറ്റ് ദീനിയായ കാര്യങ്ങളുമായി കുറെ ആളുകൾ അവിടെ കഴിഞ്ഞുകൂടാറുണ്ട്. അതുപോലെ പല പള്ളികളിലുമുണ്ട്, അതുപോലെ പല സദസ്സുകളുണ്ട്. അവിടെയെല്ലാം നല്ലതേ നടക്കൂ, ദിക്റേ നടക്കൂ, സലാത്തേ നടക്കൂ, ഖുർആനോത്തേ നടക്കൂ, ദുആയേ നടക്കൂ, അലിമീങ്ങളെ വഅലേ നടക്കൂ, സദഖയെ നടക്കൂ. തെറ്റായ കാര്യങ്ങൾ നടക്കുന്നില്ല. നല്ല കാര്യങ്ങൾ മാത്രം നടക്കുന്ന സദസ്സുകൾ, നല്ല കാര്യം മാത്രം നടത്തുന്ന പള്ളികൾ, നല്ല കാര്യം മാത്രം ചെയ്യുന്ന സ്ഥലങ്ങൾ, അവിടെ പോയി ഇരുന്ന് അതിൽ പങ്കുചേരുന്നത് ഭാഗ്യമാണ്. അല്ലെങ്കിലോ ഒറ്റയ്ക്ക് പള്ളിയിൽ ഇത്തികാഫിരുന്ന് ഖുർആനോദിയും ദിക്ർ ചൊല്ലിയും ദുആ ചെയ്തും അതുപോലെ ധാരാളം നിസ്കരിച്ചുമൊക്കെ സമയം അതിനുപയോഗപ്പെടുത്തിയാൽ പുണ്യമാണ്. അങ്ങനെ പുണ്യകാര്യങ്ങളിലല്ലാതെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി മറ്റൊന്നിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവൻ വലിയ പരാജയം തന്നെ. ഇതിനെക്കുറിച്ച് നല്ല ബോധം വേണം. 1000 മാസം 80-ലധികം കൊല്ലം പകല് നോമ്പെടുത്തും രാത്രിയിൽ നിസ്കരിച്ചും കഴിയുന്ന അതിന്റെ പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അതിനേക്കാൾ കൊടുക്കുന്ന ഒരു രാത്രി, അതൊരു വല്ലാത്ത അനുഗ്രഹമല്ലയോ, വലിയ നിഅമത്തല്ലയോ? അത്രയും ലാഭം കിട്ടുന്ന സമയം ലാഭം കൊയ്യാൻ സൽക്കർമ്മം കൊണ്ട് തന്നെ മനുഷ്യൻ സമയം ചെലവഴിക്കേണ്ടതല്ലയോ? സമയം വളരെ വില പിടിച്ചതാണ്. ആ സമയം ജീവിതത്തിൽ ഏറ്റവും വില പിടിച്ചതാണ്. ആ സമയം വെറുതെ നഷ്ടപ്പെടുത്തരുത്. ചെയ്യുന്ന കാര്യം നല്ലതായിരിക്കണം. നമ്മുടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എടുത്തു വെക്കുന്ന ഓരോ കാഴ്ചവിട്ടടികളും സുന്നത്തിന് വേണ്ടിയുള്ള കാഴ്ചവിട്ടടികളാണ്. പള്ളിയിലേക്ക് നടക്കുന്ന കാഴ്ചവിട്ടടികൾ അത് വലിയ പുണ്യമുള്ളതാണ്. അങ്ങനെ തുടങ്ങി നല്ല കാര്യം, കുടുംബബന്ധം ചേർക്കാനുള്ള കാഴ്ചവിട്ടടികൾ അത് ബഹുമാനമുള്ളതാണ്. ഒരു മരിച്ച വീട്ടിൽ പോകുമ്പോൾ എടുത്തു വെക്കുന്ന കാലടികൾ പ്രതിഫലമുള്ളതാണ്. രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി നടക്കുന്ന നടത്തങ്ങൾ പ്രതിഫലമുള്ളതാണ്. അങ്ങനെ തുടങ്ങി ഇൽമിന്റെ സദസ്സിലേക്കുള്ള പോക്കുകൾ പ്രതിഫലമുള്ളതാണ്. ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന അമലുമായിട്ടല്ലാതെ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടരുത്. അതിലേറ്റവും പുണ്യമുള്ളതാണ് ഖുശൂഅോടുകൂടിയുള്ള നിസ്കാരം, പരിശുദ്ധ ഖുർആൻ പാരായണം, സലാത്ത് വർദ്ധിപ്പിക്കൽ, ദിക്ർ, സലാത്ത്, ദുആകൾ നടത്തൽ. അതിനൊക്കെ സമയം കാണണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ ലൈലത്തുൽ ഖദ്ർ ബോധ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ദുആ വർദ്ധിപ്പിക്കാനാണ്. ആ ദുആ എങ്ങനെയാണ്? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ദുആയാണ്, അള്ളാഹിനെ പുകഴ്ത്തുന്ന ദിക്റാണ്, പുകഴ്ത്തിക്കൊണ്ട് റബ്ബിനോട് യാചിച്ച് ചോദിക്കുന്ന ദിക്റാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അന്നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ, മാപ്പാക്കണേ.
ഈ ലൈലത്തുൽ ഖദ്റിനെ സ്വീകരിക്കാൻ ഒരുങ്ങണം. അതെങ്ങനെയാ ഒരുങ്ങേണ്ടത്? ഇത്ര വലിയ ബഹുമാനമുള്ള ഒരു രാത്രി വരുമ്പോ ആ രാത്രിയെ സ്വീകരിക്കാൻ ഒരുങ്ങണം. കാരണം അന്ന് നമുക്ക് സ്വീകരണം ലഭിക്കുന്ന ദിവസമാണ്, രാത്രിയാണ്. ആ സ്വീകരണത്തിന് വേണ്ടി വരുന്നത് മലക്കുകളാണ്. അതുകൊണ്ടാണല്ലോ ശേഷം അല്ലാഹു പറഞ്ഞത് തനസ്സലുൽ മലായികതു വറൂഹ്, മലക്കുകൾ ധാരാളം ഇറങ്ങുന്നു ആ രാത്രിയിൽ. വറൂഹ് ഐ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുന്നു. ബിഇദ്നി റബ്ബിഹിം, ആ മലക്കുകളുടെ റബ്ബായ അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരമാണ്. മിൻ കുല്ലി അംരിൻ സലാം. അതിന്റെ തഫ്സീർ പറയുന്നു മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, അയ്യുസല്ലിമൂന അലൽ മുഅ്മിനീന, മലക്കുകൾ ഇറങ്ങി വന്ന് മുഅ്മിനീങ്ങൾക്ക് സലാം പറയുകയാണ്. അൽഹംദുലില്ലാഹ്, അതെന്തൊരു സംഭവമാണ്! ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത മഹാന്മാരായ മലക്കുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ സമീപത്ത് വന്ന് അവർക്ക് സലാം പറയുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ പറയാണ്, യുസല്ലിമൂന അലാ കുല്ലി മുഅ്മിനിൻ, എല്ലാ സത്യവിശ്വാസികൾക്കും അവർ സലാം പറയും. ഇല്ലാ മുദ്മിന ഖംറിൻ, അതാ കള്ളുകുടി പതിവാക്കിയവന് മലക്കുകളെന്ന് സലാം പറയൂല. ഔ മുസ്ലിൻ അലാ മഅസിയത്തിൻ, തെറ്റ് പതിവാക്കിയവൻ, എപ്പോഴും സ്ഥിരമായി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, എപ്പോഴും പണി ഗീബത്ത് പറയലാണ്, എപ്പോഴും പണി അലിമീങ്ങളെ കുറ്റം പറയലാണ്, എപ്പോഴും പണി പരദൂഷണം പറയലാണ്, എപ്പോഴും പണി പലിശ വാങ്ങലാണ്, കൊടുക്കലാണ്, അല്ലെങ്കിൽ അതുപോലുള്ള തെറ്റുകളാണ്. അങ്ങനെ തെറ്റ് എന്നും എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ശരീരം മറക്കാതെ അന്യപുരുഷന്മാരെ മുന്നിലേക്ക് ഇറങ്ങുന്നവർ എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലയോ? അതുപോലെ സ്വർണത്തിന്റെ ചെയിനും അതുപോലെ സ്വർണത്തിന്റെ മോതിരവുമൊക്കെ ധരിച്ചു നടക്കുന്നവർ എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലയോ? അഹങ്കാരം മനസ്സിൽ വെച്ച് കൂടുന്നവർ എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലയോ? അസൂയ വെച്ച് കൂടുന്നവർ, വൈരാഗ്യം വെച്ച് കൂടുന്നവർ എപ്പോഴും തെറ്റ് വെച്ച് കൂടുന്നവരല്ലയോ? അതുകൊണ്ട് തന്നെ അത്തരം തെറ്റുകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് മലക്കുകളെ സലാമില്ല. ഔ കാഹിനിൻ, അതുപോലെ കണക്ക് വെക്കുന്നവരുണ്ടല്ലോ, ജ്യോത്സ്യന്മാരുണ്ടല്ലോ, ജിന്നിന്റെ സേവപ്രകാരം പലതും പറയാനിറങ്ങിയിട്ട് ഉയർന്നിട്ട്, അതായി നിന്റത് കട്ടുപോയത് ഇന്നവനാ കട്ടത്, ഇന്നവനാ സിഹർ ചെയ്തത്, ഇന്ന സ്ഥലത്താ ഉള്ളത് എന്നൊക്കെ ജിന്നിന്റെ സേവപ്രകാരമോ കഥ അല്ലെങ്കിൽ ഗുണിച്ചു നോക്കിയിട്ടോ കണക്ക് കൂട്ടി നോക്കിയിട്ടോ അതെനിക്ക് വ്യക്തമായി ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന നിലയ്ക്ക് പറയുന്നവരുണ്ടല്ലോ. അത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരുടെ പണിയെടുക്കുന്നവർ, അവർക്കും മലക്കുകൾ സലാം പറയൂല. ഔ മുസാഹിരിൻ, അതുപോലെ പരസ്പരം വൈരാഗ്യം വെച്ച് ജീവിക്കുന്നവർ, അതേ വെറുപ്പ് വെച്ച് ജീവിക്കുന്നവർ, അവർക്കും അല്ലാഹുവിന്റെ മലക്കുകൾ സലാം പറയൂല. ഫമൻ അസാബഹു സലാം, അതേ സമയത്ത് മലക്കുകൾ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഇറങ്ങിയിട്ട് സലാം പറയുമ്പോൾ ഒരാൾക്ക് സലാം കിട്ടിയാലോ, ഗുഫിറ ലഹു മാ തഖദ്ദം, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു പോയി. ആ ഒരു രാത്രിക്ക് വേണ്ടി നമ്മളൊന്ന് നന്നായി കുളിച്ച് ശുദ്ധിയാകണം. കുളിയെന്ന് പറഞ്ഞാൽ തൗബ കൊണ്ടുള്ള കുളിയാണ്. ശരിക്ക് തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിന്ന് ആ രാത്രിയെ സ്വീകരിക്കാൻ, മലക്കുകളെ സ്വീകരിക്കാൻ ഒരുങ്ങണം. മലക്കുകൾ സലാം പറയാൻ വരികയാണ്. നമ്മളെ വീട്ടിൽ കുറെ ആളുകൾ വരികയാണ്, നമ്മളെ കാണാൻ വേണ്ടി വരികയാണ്, അല്ലെ നമ്മളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് വരികയാണ്, അല്ലെങ്കിൽ നമ്മളെ ബാപ്പ മരിച്ചിട്ട് നമ്മളെ കാണാൻ വരികയാണ്. എന്നാൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളും ഒരുങ്ങി നിൽക്കൂലേ? മലക്കുകൾ നമ്മളെടുത്ത് സലാം പറയാൻ വരികയാണ്.
അപ്പൊ നമ്മൾ എന്ത് വേണം? ആ മലക്കുകൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ തൗബ ചെയ്ത് ശുദ്ധിയായി മലക്കുകളെ പ്രതീക്ഷിച്ച് നിൽക്കണം. റമദാനിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. ഹത്താ മത്ലഇൽ ഫജ്ർ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ സലാമുൻ ഹി, അത് വലിയ സമാധാനമാണ്. ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ വെളിവാകുന്നത് വരെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങുന്നു വരുന്നു. വലിയ സ്ഥാനമുള്ള രാത്രി, ആ മഹത്തായ രാത്രിയെ നമ്മൾ നന്നായി പരിഗണിക്കണം. അതിനുവേണ്ടി നന്നായി മനസ്സുകൊണ്ട് ഒരുങ്ങണം. എല്ലാവരും എഴുന്നേറ്റ് ദിക്ർ ചൊല്ലാം. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു സാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു സാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു സാഹിദി അല്ലാഹു മഈ. ഇരിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇങ്ങോട്ട് നോക്കാം, ഈ സ്കൂളിന്റെ ഭാഗത്തേക്ക്. എന്നിട്ട് ആ സ്കൂളിന്റെ ഭാഗത്തേക്ക് താഴെയോട്ടാണ് നോക്കേണ്ടത്. സ്കൂളുകളിലല്ല. കസേര ഉണ്ടെങ്കിൽ ആ കസേര കയറിയിരിക്കുക. അപ്പൊ ഇവിടെ കുറെ കസേര ഉണ്ട് കാലി, അതങ്ങോട്ട് പില്ലാവും. അങ്ങനെ ഇങ്ങോട്ട് മെല്ലെ കസേര ഒന്നും നീക്കരുത്, കയറിയിരിക്കൽ മാത്രം. അങ്ങനെ ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് മാറിയിരിക്കുക. എന്നിട്ട് ഇവിടത്തേക്ക് അങ്ങനെ ഇങ്ങോട്ട് ആള് മാറിയിരിക്കുക. അപ്പൊ പിന്നെ വരുന്നവർക്ക് ആ തലക്ക് അവിടെ ഇരിക്കാൻ കഴിയും. അപ്പൊ കസേരയൊന്നും നഷ്ടപ്പെടില്ല. വെറുതെ നമ്മൾ വാടക കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങോട്ട് മാറിയിരിക്കുക. അവിടെ പില്ലായി കഴിഞ്ഞാൽ പിന്നെ ഇത് വേറെയായി കഴിഞ്ഞാൽ അപ്പുറത്ത്, അങ്ങനെ ഇങ്ങോട്ട് മാറി. എല്ലാവരും റെഡി ആയാലും ഇരിക്കുന്നതിന് കുഴപ്പമില്ല. എൻ്റെ ഇപ്പുറത്തൊരു കസേര ഇല്ല എന്ന് ഉറച്ചായിരിക്കാം. സുഹൃത്തുക്കളെ, ഈ ലൈലത്തുൽ ഖദ്ർ, ആ ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ ഇറക്കിയത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, രാത്രിയാണ് ഇറക്കിയത്. അതുകൊണ്ടാണ് റമദാനിന്റെ രാത്രിക്ക് പകലിനേക്കാൾ ബഹുമാനം. കാരണം റമദാനിന്റെ ബഹുമാനം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനം ഖുർആൻ ഇറങ്ങിയതാണ്. അതിറങ്ങിയ രാത്രിയാണ്. അപ്പൊ അതുകൊണ്ട് റമദാനിന്റെ ഒരു മാസം മുഴുവനും രാത്രിക്ക് വലിയ ബഹുമാനം. അതാണ് ലയാലീഹി അൻവറു മിനൽ അയ്യാം, പകലിനേക്കാൾ പ്രകാശപൂരിതമാണ് റമദാനിന്റെ രാത്രികൾ. ആ രാത്രിയോട് അനുബന്ധിച്ച് വരുന്നതാണ് പകല്. അതുകൊണ്ട് പകലിനും വലിയ ബഹുമാനം. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയുടെ അതേ ബഹുമാനം തന്നെ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ പകൽ. അതുപോലെ ഓരോ രാത്രിയുടെയും പകലുകൾ ഇതേപോലെ തന്നെ തിരിച്ചും കിട്ടും. വെള്ളിയാഴ്ച പകലിന് വലിയ ബഹുമാനം. ആ വെള്ളിയാഴ്ചയുടെ നേരെ മുന്നിൽ വരുന്ന രാത്രിക്കും വലിയ ബഹുമാനം. വെള്ളിയാഴ്ച രാവിന് വലിയ ബഹുമാനം. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതൽ സുന്നത്ത് ചുരുങ്ങിയത് 3 തവണയെങ്കിലും ഓതണം. ആ അൽ കഹ്ഫ് ഓതൽ രാത്രിയിലും ഓതണം, പകലിലും ഓതണം. രാത്രിയും പകലും സുന്നത്താണ്. ലൈലത്തുൽ ജുമുഅ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും സുന്നത്താണ്. വെള്ളിയാഴ്ച പകലിലും രാത്രിയിലും, അഥവാ വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, ആ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ്, ആ രാവിലെ സദഖക്ക് കൂടുതൽ ബഹുമാനം, ദുആക്ക് കൂടുതൽ ബഹുമാനം, സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ ബഹുമാനം. കാരണം യൗമുൽ ജുമുഅ, ജുമുഅ ദിവസത്തിന്റെ പകല് വരുന്നു. ആ പകലിനോടനുബന്ധിച്ചുള്ള രാത്രിക്ക് വലിയ ബഹുമാനം. ഇതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ അതാ യൗമുൽ ഈദ്, യൗമുൽ ഫിത്ർ, പെരുന്നാള് ദിനം. പകലാണല്ലോ പെരുന്നാള്, പക്ഷേ പെരുന്നാളിന്റെ രാത്രിക്കും വലിയ ബഹുമാനം. ചെറിയ ബഹുമാനമല്ല, അത് പറയേണ്ടതില്ല. പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പെരുന്നാള് എന്നല്ലേ പറയുന്നത്. പെരുന്നാള് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും അറിയാം. പെരും പാമ്പ്, പെരുവയല്, പെരും കാല് എന്നൊക്കെ പറഞ്ഞാൽ വലിയത് എന്നാണ് അതിന്റെ അർത്ഥം.
വലിയത് പെരുന്നാൾ തന്നെ, വലിയ പകല്, വലിയ നാള്. എന്താണ് ഈ നാള് വലിയ നാളായത്? അല്ലാഹുവിന്റെ അടുക്കൽ വലിയ നാളാണ്, വലിയ പ്രതിഫലം കൊടുക്കുന്ന നാളാണ്, വലിയ സ്ഥാനമുള്ള നാളാണ്. അതാണ് പെരുന്നാൾ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എത്രയോ ആളുകളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന നാളാണ് പെരുന്നാള്. പോരാ, മലക്കുകൾക്ക് ഹബീബായ നബി തങ്ങളെ ഉമ്മത്തുകളെ കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹു തആല അഭിമാനം പറയുന്ന നാളാണ് പെരുന്നാള്. ആ പെരുന്നാളിന്റെ രാത്രിയും പെരുന്നാളിന്റെ പകലും ഖൽബ് അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ടല്ലാതെ പെരുന്നാളാണെന്ന നിലക്ക് എന്തും ചെയ്യാമെന്നൊരു തോന്നല് മോമിനായ മനുഷ്യനുണ്ടാകരുതേ. ഈമാൻ കേടുവരുത്തരുതേ. റമദാനിൽ നേടിയ മുഴുവൻ ആത്മീയ ചൈതന്യവും പെരുന്നാളിന്റെ മഹത്തായ ദിവസത്തെ അവഗണിച്ചും അവമതിച്ചും ആ രാത്രിയെ ബഹുമാനിക്കുന്നതിന് പകരം അന്ന് തെറ്റുകൾ പ്രവർത്തിച്ചും ആ മനുഷ്യൻ ഏറ്റവും ലക്ഷണം കെട്ടവനായി പോയി. പെരുന്നാളിന്റെ രാത്രിക്കും പകലിലും അല്ലാഹു ബഹുമാനിച്ച ബഹുമാനം കണക്കിലെടുത്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം അകലാൻ കാരണമാകുന്ന തെറ്റായ പ്രവർത്തനങ്ങളോ തെറ്റായ കാര്യങ്ങളോ ചെയ്യുന്നവൻ തീരെ ഗുണത്തിന്റെയും നന്മയുടെയും ലക്ഷണം നഷ്ടപ്പെട്ടവനായി പോയി. അപ്പൊ പെരുന്നാളിന്റെ രാത്രിക്ക് ബഹുമാനമുണ്ട്, പകലിന് ബഹുമാനമുണ്ട്. ഇതുപോലെ റമളാനിന്റെ എല്ലാ രാത്രിക്കും ലൈലത്തുൽ ഖദ്ർ ഉള്ള രാത്രിയുള്ള മാസമായതുകൊണ്ട് മാസം മുഴുക്കെ രാത്രിക്ക് ബഹുമാനം, ആ രാത്രിയുടെ പകലുകൾക്കും ബഹുമാനം. അതുകൊണ്ടാണ് പകല് നോമ്പെടുക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് ആ രാത്രിയിൽ നിസ്കരിക്കാൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, അതാണ് മൻ സാമ റമളാന, റമളാനിൽ നോമ്പെടുത്താൽ പടച്ചവന്റെ പ്രതിഫലം ലക്ഷ്യം വെച്ച് നോമ്പെടുത്താൽ പാപം പൊറുക്കപ്പെട്ടു. മറ്റൊരു ഹദീസിൽ മൻ ഖാമ റമളാന, റമളാനിൽ രാത്രി സമയത്ത് നിസ്കരിച്ചാൽ, തറാവീഹ് നിസ്കരിച്ചാൽ, വിത്ർ നിസ്കരിച്ചാൽ, തഹജ്ജുദ് നിസ്കരിച്ചാൽ, റമളാനിന്റെ രാത്രിയിൽ സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിച്ചാൽ ഗുഫിറ ലഹു